ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇപ്പോൾ പലരും പല സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പറയുന്നത് പോലെ ഏതാണ്ട് ലത്തീൻ കത്തോലിക്കരുടെ സമരമാണ്, ഒരു സമുദായത്തിൻ്റെ സമരമാണ്, കത്തോലിക്ക സഭയിലെ വൈദികർ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് വൈദികർ മാത്രം വൈദികരുടെ അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരുടെയൊക്കെ സമരമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യം അതല്ല. ഞങ്ങളൊക്കെ ഇതിനോട് കൂടി ചേരുന്നത് ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളോടുള്ള ഗൗരവമേറിയ ഞങ്ങളുടെ രോഷമാണ്. അത് സംസ്ഥാപിക്കുന്നത് വരെ ഞങ്ങൾ ഇതിനോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് മനുഷ്യനായി ജന്മം കൊണ്ട എല്ലാ തീരവാസികളുടെയും, തീരത്ത് വസിക്കുന്നത് ലത്തീൻ കത്തോലിക്കൻ മാത്രമാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് വലിയ മണ്ടത്തരമാണത്, തെറ്റിദ്ധാരണയാണ്. മറിച്ച് തീരദേശവാസികൾ വർഷങ്ങളായി അനുഭവിക്കുന്നതും, പ്രത്യേകിച്ച് 2015 ഈ വിഴിഞ്ഞത്തുള്ള ആ കൺസ്ട്രക്ഷൻസ്, ഹാർബറിൻ്റെ കൺസ്ട്രക്ഷൻ മൂലം ഉണ്ടായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് മനുഷ്യരുടെ വാസയിടങ്ങളും ജന്മഭൂമിയും കർമ്മഭൂമിയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജനവിഭാഗത്തിൻ്റെ രോദനത്തിലുള്ള പങ്കുചേരലാണിത്. ആ വിഴിഞ്ഞം സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായ ആ വിഴിഞ്ഞത്തുള്ള ജനവാസ കേന്ദ്രങ്ങളും അവരുടെ തൊഴിലിടങ്ങളും നഷ്ടപ്പെട്ടു പോയ, മണ്ണ് മുഴുവനും മാന്തിക്കൊണ്ടു പോയിരിക്കുന്നൊരു സാഹചര്യത്തിൽ, കടലെടുത്തു പോയിരിക്കുന്നൊരു സാഹചര്യത്തിൽ അവരെപ്പോലെ തുല്യ ദുഃഖിതരാണ് ആലപ്പുഴ രൂപതയിലെ ജനവിഭാഗങ്ങൾ. ആലപ്പുഴയിൽ തന്നെ 2-3 ഹോട്ട്സ്പോട്ടുകൾ ഞങ്ങൾക്കുണ്ട്. ചെല്ലാനത്തിൻ്റെ കാര്യം ആരോടും പറയേണ്ടതില്ല, ലോകം മുഴുവനും അറിഞ്ഞതാണ്. ചെല്ലാനത്തെ നിരവധിയായിട്ടുള്ള കുടുംബങ്ങളുടെ ദുരവസ്ഥകൾ വർഷങ്ങളായി അനുഭവിക്കുന്നതാണ്. അതുമൂലമുണ്ടായ ദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടി ഉള്ള സമരങ്ങൾ പലതുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ 1000-ലേറെ ദിവസങ്ങൾ കഴിഞ്ഞൊരു സമരം അവിടെ ആ ചെല്ലാനം പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒറ്റമശ്ശേരിയിൽ ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അവിടെ കടല് പഴയതിനേക്കാൾ വളരെ ഗൗരവമായി വന്നു കഴിഞ്ഞു. കാരണം അർത്തുങ്കൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഹാർബറിൻ്റെ അശാസ്ത്രീയമായ പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം കടലിലേക്ക്, ഒരു കൺസ്ട്രക്ഷൻ കടലിലേക്ക് ദീർഘമായിട്ട് നടത്തിയാൽ പുലിമുട്ടുകൾ 2 തരമുണ്ട്. ഒന്ന് കടലിലേക്ക് കിലോമീറ്ററുകളോളം കെട്ടി ഉയർത്തുന്നതും, അതേസമയം ചെറിയ പുലിമുട്ടുകൾ തീരം ബിൽഡ് ചെയ്യുന്നതിനും, ശാസ്ത്രീയമായി തീരം ബിൽഡ് ചെയ്യുന്നതിനും കെട്ടുന്ന പുലിമുട്ടുകളുണ്ട്. ഇത് രണ്ടാണ്. ഇത് രണ്ടും തിരിച്ചറിയുകയും വേണം. ദീർഘദൂരം പുലിമുട്ടുകൾ കെട്ടുമ്പോൾ അതുമൂലമുണ്ടാകുന്ന തീരശോഷണവും തീരവാസികളുടെ ഭവനം നഷ്ടവും തൊഴിലിടം നഷ്ടവും അതുമൂലമുണ്ടാകുന്ന അവരുടെ ഭാവിയും അവരുടെ മക്കളുടെ ഭാവി, അവരുടെ കുടുംബങ്ങളുടെ നിലവിലുള്ള നിലനിൽപ്പ്, വരാനിരിക്കുന്ന തലമുറകൾ കൂപ്പുകുത്തി വീഴാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്, ഇതൊക്കെ ഞങ്ങളൊക്കെ നിരന്തരം അനുഭവിക്കുകയും സർക്കാരിന് മുമ്പിൽ പലതവണ അവിടെ ഞങ്ങൾ നിരന്തരം ഇടപെടുകയും ഒക്കെ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത് നീതി ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും കുടുംബങ്ങൾ, ഭവനങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം പറയാം, ഇത് കൂടാതെ ചെത്തി ഹാർബർ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാൻ പാടില്ല. അവിടെ വസിക്കുന്ന ജനങ്ങളോടോ അതിലെ ആ പ്രദേശത്തുള്ള നേതാക്കളോടോ മത്സ്യത്തൊഴിലാളികളോടോ തീരദേശവാസികളോടോ ഒന്നും അന്വേഷിക്കാതെ ആർക്ക് വേണ്ടിയാണത് പണിതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അത് മനസ്സിലാകുന്നില്ല. ഇനി അത് പണിതുയർത്തിയപ്പോൾ എന്താ പറ്റുന്നത്? അതിന് തൊട്ട് വടക്ക് ഭാഗത്തുള്ള പെരുന്നേറമംഗലം കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ കടൽ കയറ്റത്തിനുമൊക്കെ നിരവധി ഭവനങ്ങളെ അവർ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ അനാഥരായി പോയി. പിന്നെ പുന്നപ്പുറയിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോഴിങ്ങനെ നിരന്തരമായി തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ മൂലമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെക്ക് ഭാഗത്ത് മണൽ വയ്ക്കുകയും വടക്ക് ഭാഗത്ത് തീരം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇനി ചെല്ലാനത്തെ പ്രശ്നം മറ്റൊന്നാണ്. അവിടെ വല്ലാർപാടം കണ്ടെയ്നർ അത് നിരന്തരമായി ഇങ്ങനെ ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആഴം കൂട്ടുന്നതനുസരിച്ച് കൃത്രിമമായ ഒഴുക്ക് വടക്കോട്ട് വരികയും അങ്ങനെ തീരം ശോഷണം ഉണ്ടാവുകയും അങ്ങനെ കുടുംബങ്ങൾ തകർന്നു പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ എന്തോ കാലാവസ്ഥ മാറ്റം മാത്രമാണ്, അല്ലാതെ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ മൂലമുള്ളതല്ല എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യന് മനസ്സിലാകാത്ത, സാമാന്യ ബോധത്തിന് നിരക്കാത്ത രീതിയിലുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമൊക്കെ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഇനി ഈ ജനത്തിൻ്റെ ഈ അവകാശങ്ങൾ അതാരുടെയും ഔദാര്യമല്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. ആരും ഞങ്ങളോട് കാണിക്കുന്ന ഔദാര്യം, ഞങ്ങൾ ആരോടും ഔദാര്യം ചോദിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെയും ഔദാര്യം ആവശ്യമില്ല.
ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ, തീരദേശവാസികളുടെയൊക്കെ അധ്വാനവും പ്രയത്നവും മൂലം രാഷ്ട്രത്തിന് പോലും കോടിക്കണക്കിന് വിദേശ നാണ്യങ്ങൾ നേടിക്കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് മാത്രമല്ല, എല്ലാ അനുദിനവും അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യവർഗമാണവർ. അവർ അന്നുള്ള അപ്പം തേടുന്നവരാണ്. അതും പലരും പറയാറുണ്ട് വിതയ്ക്കാതെ കൊയ്യുന്നവരെന്ന്. അതൊക്കെ എന്തൊരു അബദ്ധങ്ങളാണ്. അവർ വിതയ്ക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അവർ സ്വന്തം ജീവൻ വിതച്ചാണ് അവർക്ക്, കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ അവരന്നു ഭക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മീൻ ഉറപ്പുവരുത്തുന്നത്. ഇത് നിസ്സാരമായി ഒരിക്കലും കാണരുത്. കണ്ണു തുറന്ന് കാണുന്നവരും ചെവി തുറന്ന് കേൾക്കുന്നവരും മനുഷ്യത്വപൂർണ്ണമായി മനസാക്ഷിയോടെ ജീവിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണിത്. ഇനി മറ്റൊരു കാര്യം പറയാം. അന്നു ഭക്ഷിക്കാനുള്ള അവകാശം ആരുടെയും ഔദാര്യമല്ല. ഓരോ മനുഷ്യനും ജനിക്കുന്നത് വിശപ്പോടുകൂടിയാണ്, വിശപ്പിൻ്റെ സംവിധാനത്തോടു കൂടിയാണ്, വിശപ്പെന്ന പ്രതിഭാസത്തോടു കൂടിയാണ്. എന്ന് മാത്രമല്ല, ഭക്ഷിക്കാനുള്ള സംവിധാനവും ഉദരത്തിൽ ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത് എല്ലാവരും. നല്ലൊരു ദഹനകേന്ദ്രിയവും ആന്തരിക അവയവങ്ങളും കുടലും വൻകുടലും ചെറുകുടലും ആയി ഭക്ഷിക്കാനുള്ള വിശപ്പ്, ഭക്ഷിക്കാനുള്ള വായും ഒക്കെ സംവിധാനങ്ങളോടുകൂടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് വിശപ്പുള്ളവനും വായുള്ളവനും കുടലുള്ളവനും ആമാശയമുള്ളവനും ദഹനേന്ദ്രിയമുള്ളവനുമൊക്കെ ഭക്ഷണം അവകാശമാണ്. വെറും അവകാശമല്ല, ജന്മാവകാശമാണ്. അത് ഓരോ മനുഷ്യനും അത് ഉറപ്പുവരുത്തണമെന്ന് നമ്മുടെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മറ്റുമൊക്കെ കൈവച്ച് കൃത്യമായി പ്രതിജ്ഞ ചെയ്തിട്ട് ഭരണഘടനയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അതിനനുസരിച്ച് അടിസ്ഥാന മനുഷ്യൻ്റെ അവകാശങ്ങൾ ഒരിക്കലും നിഷേധിക്കുകയില്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് കയറുന്നൊരു ജനതയാണ് ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട് ജനത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ഈ ഭരണകൂടം. അങ്ങനെയുള്ളവർ ഈ മനുഷ്യൻ്റെ അടിസ്ഥാനാവകാശമായ ഭക്ഷിക്കാനുള്ള അവകാശവും പാർപ്പിടത്തിനുള്ള അവകാശവും അതുപോലെ തന്നെ മാന്യമായി മനുഷ്യോചിതമായി ജീവിക്കാനുള്ള അന്നുള്ള അപ്പം കണ്ടെത്താനുള്ള പ്രയത്നങ്ങളുടെ അവകാശവുമൊക്കെ അതിനുള്ള പ്രവർത്തന ഭൂമിയുടെ അവകാശവുമൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഈ തീരുമാനങ്ങൾ ഒരിക്കലും ശരിയല്ല. വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ഞങ്ങളൊക്കെ വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്തതും ഞങ്ങളുടെ ദൈവാലയങ്ങൾ വിട്ടുകൊടുത്തതും ഞങ്ങളുടെ പൂർവികരുറങ്ങുന്ന സെമിത്തേരികൾ വിട്ടുകൊടുത്തതുമൊക്കെ ഞങ്ങളുടെ ചരിത്രമാണ്, വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ പലയിടങ്ങളിലും വികസനത്തിന് വേണ്ടി തുടങ്ങുന്നതിന് ഭൂമി വിട്ടുകൊടുക്കുന്ന ചരിത്രം എല്ലാ ഇടവകൾക്കുമുണ്ട്. ഒരു രൂപതയ്ക്ക് മാത്രമല്ല, എല്ലാ ഇടവകകളും ആ പ്രദേശത്തെ വികസനത്തിനാവശ്യമായ പൊതുസ്ഥാപനങ്ങൾക്ക് വേണ്ടി ഭൂമി ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുന്ന ചരിത്രം സഭയുടേതാണ്, ഓരോ ഇടവകയുടേതുമാണ്. അതുകൊണ്ട് വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ഇനി വികസനം പക്ഷേ മനുഷ്യൻ്റെ ഈ നമ്മുടെ ഭരണകൂടത്തിൻ്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 21 അതിൻ്റെ മേൽ ഒരു മേൽക്കൈയുമില്ല. ഒരു വികസനവും മനുഷ്യൻ്റെ അടിസ്ഥാന ജന്മാവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് പാടില്ല എന്ന് തന്നെയാണ്. അത് ഉറപ്പുവരുത്താനായിട്ട് ഭരണഘടന അത് ഉറപ്പുവരുത്തുന്നു. ഭരണ അധികാരികൾ അതിൻ്റെ പേരിൽ കൈവച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു. അത് ഉറപ്പുവരുത്താനുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആ മനോഭാവം, ആ നിലപാടുകൾ തിരുത്തണം. അതുകൊണ്ട് ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുള്ള ആദ്യകാലങ്ങളിൽ ഇത് തുടങ്ങുന്നതിന് മുൻപുള്ള തെളിവുകളൊക്കെ ഇത് അശാസ്ത്രീയമാണെന്നും ഇത് പരിസ്ഥിതിക്ക് ഗൗരവമേറിയ ആഘാതം ദീർഘകാലാടിസ്ഥാനത്തിൽ ഭയങ്കരമായിട്ടുള്ള ഈ തീരദേശം മുഴുവനും അപ്രത്യക്ഷമാകുന്ന രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെ ഇതിൻ്റെയൊക്കെ പഠനം ഞങ്ങൾ നടത്തി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇത് സാമ്പത്തികമായി വലിയ നഷ്ടം കേരള സർക്കാരിന് സംഭവിക്കുന്നതാണെന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതൊക്കെ ഇപ്രകാരമൊക്കെയുള്ള തെളിവ് നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലും മനസ്സിലാക്കാതെ അതിനുശേഷം എങ്ങനെ ഈ പദ്ധതി മുന്നോട്ട് വന്നുവെന്ന് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള ചരടുവലികൾ എന്താണെന്ന് കൃത്യമായി പറയണം. അതുകൊണ്ട് സുതാര്യമായി വ്യക്തതയോടുകൂടെ രേഖകൾ നിരത്തി ഇതിന് ഉറപ്പ് തരണം. പറഞ്ഞുകൊള്ളുക, വ്യക്തമായി നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, പ്രൂവ് ചെയ്യുക. നിങ്ങൾ പറയുന്ന വാദങ്ങളൊക്കെ ശരിയാണെന്ന് അത് രേഖകൾ നിരത്തി പ്രൂവ് ചെയ്യുക.
സംസാരിക്കാൻ അവസരങ്ങൾ കണ്ടെത്തണം. അതിന് ഞങ്ങൾ നിങ്ങളിൽ പ്രത്യാശ വയ്ക്കുന്നു. ഭരണകർത്താക്കൾ നീതിബോധത്തോടുകൂടെ ഞങ്ങൾക്ക് ഈ അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്.